എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലിറ്ററേച്ചർ പഠിക്കണമെന്നായിരുന്നു താല്പര്യം. ലിറ്ററേച്ചർ അല്ലെങ്കിൽ സൈക്കോളജി. ലാൽ സാറിൻ്റെ വണ്ടി, പുള്ളി ഓൾറെഡി അവിടെ പ്രസൻ്റാണ്. പുള്ളി വണ്ടിയിലൊക്കെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിൻ്റെ പകുതിയായി നിൽക്കുകയാണ് ഈ പ്രണയവണ്ണകൾ. അപ്പം അതൊരു എനിക്കൊരു മാനസിക പ്രശ്നമായി. ഇനിയിപ്പോൾ എന്താണ് ഇനി സിവിസാറിനോട് പോലെ ഇത്ര സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ ഒരു സിനിമ 2 DOPകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കഥയാണ് ഈ പ്രണയവണ്ണത്തിലുള്ളത്. നല്ല സിനിമ സംവിധായകരും സിനിമാറ്റോഗ്രാഫേഴ്സിനെയും എല്ലാം നമ്മളിങ്ങനെ കണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ കുറേശ്ശെ വലിച്ചെടുക്കും. അങ്ങനെ അതിൻ്റെ നമ്മളിപ്പോൾ ഒരു സാധാരണ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഞാൻ ഒരുപോലെ ഹാപ്പിയാണ്. അങ്ങനെ ഒരു റേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദേവദൂതിലെ കഥ സ്ക്രിപ്റ്റിൽ തന്നെ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ലൊക്കേഷൻ തേടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇറങ്ങിയ സമയം തൊട്ടേ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ മദ്രാസ് IITയിൽ പോയി AI കുറിച്ചൊരു കോഴ്സും ചെയ്തിട്ടുണ്ട്. AI ഫിലിം മേക്കിങ്ങിനെ കുറിച്ച്. ദേവ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാർ ഐ ആം നോട്ട് ഡയറക്ടർ, ഐ ആം മാനേജിങ് ഡയറക്ടർ. ഡീപ് ഡൈവിൽ നിന്ന് നമ്മോടൊപ്പം സന്തോഷ് തുണ്ടിയിൽ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് നേരത്തെ ചെയ്ത സിനിമകൾ വെച്ചിട്ട് ആർട്ടിക്കിൾസ് ഒരുപാട് വരുന്നു. സാറ് ചെയ്ത ചില ഫ്രെയിമുകളെ കുറിച്ച് പ്രത്യേകം ചർച്ചകൾ വരുന്നു. ബോളിവുഡിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു എന്താ പറയുക സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൻ്റെ എന്താ പറയുക ഇപ്പോൾ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പണ്ടത്തെ ഒരു കഥ പറഞ്ഞ് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. BSc കെമിസ്ട്രിക്ക് SB കോളേജിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടി ക്യാമറയുടെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്, കെമിസ്ട്രി ടു ക്യാമറ? BSc കെമിസ്ട്രി ചേരുന്നതിന് മുമ്പ് നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട സമയത്തൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉള്ള പോലെ നമ്മളെ പുഷ് ചെയ്യുന്നത് ഒന്നുമില്ല എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുക എന്നുള്ളതാണല്ലോ. മെഡിസിൻ പഠിക്കുന്നതിന് വേണ്ടി എൻട്രൻസ് എക്സാം ഒക്കെ ഞാൻ എഴുതിയിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് പോയി അവിടെ പോയി കോച്ചിങ്, ഇന്നത്തെ പോലെയുള്ള എക്സ്റ്റൻസീവ് കോച്ചിങ് ഒന്നും അല്ലെന്ന്, 1-2 months കോച്ചിങ്ങാണ്. അതൊക്കെ കഴിഞ്ഞു. അത് അന്ന് കിട്ടിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലിറ്ററേച്ചർ പഠിക്കണമെന്നായിരുന്നു താല്പര്യം. ലിറ്ററേച്ചർ അല്ലെങ്കിൽ സൈക്കോളജി. അപ്പം ചങ്ങനാശ്ശേരി SB കോളേജിൽ സൈക്കോളജി ഇല്ല. സൈക്കോളജി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തന്നെ. അപ്പം പിന്നെ ഉള്ളത് ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചറിനോട് മലയാളം ലിറ്ററേച്ചറായിരുന്നു എനിക്ക് അന്ന് താല്പര്യം. അപ്പോൾ മലയാളം ലിറ്ററേച്ചറൊക്കെ പഠിക്കാനായിട്ട് യാതൊരു കാരണവശാലും വീട്ടുകാരും നാട്ടുകാരും സമ്മതിക്കില്ല. ഇതിൻ്റെ ഭാവി അതോടുകൂടി പോയി എന്നുള്ളൊരു ഭയങ്കര എല്ലാവരും കൂടെ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു മലയാളം ലിറ്ററേച്ചർ. ഞാൻ അതൊക്കെ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യായിരുന്നു ആ സമയത്ത്. ഒരു ദിവസം 1-2 പുസ്തകം വെച്ചൊക്കെ വായിക്കുക. അപ്പം അങ്ങനെ ലിറ്ററേച്ചറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാം കൂടെ ചെയ്തൊരു കോംപ്രമൈസ് ചെയ്ത് പിന്നെ എന്താ പറയുന്നത്, പിന്നെ സയൻസ് എടുക്കണമെങ്കിൽ എനിക്കാണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ്. അതുകൊണ്ട് മാത്തമാറ്റിക്സും ഫിസിക്സും ഒഴിവാക്കണം. പിന്നെയുള്ള ഒരു കോംപ്രമൈസ് സബ്ജക്റ്റായിട്ട് കിട്ടിയത് കെമിസ്ട്രിയാണ്. അതുകൊണ്ട് പഠിച്ചെന്നുള്ളതല്ല, എൻ്റെ അതൊരു യാതൊരു ലോജിക്കില്ലായിരുന്നു. ഈ ക്യാമറ യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു അതിന് മുന്നിൽ? ഇപ്പോൾ ഇല്ല, ക്യാമറ ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നൊക്കെ നമുക്ക് ഈ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ക്ലിക്ക് ക്യാമറകളൊക്കെ ഉണ്ടല്ലോ, വീട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ക്യാമറകൾ മാത്രമായിട്ട്. സാർ ഇപ്പോൾ സാറിൻ്റെ ഒരു കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രണയവർണ്ണങ്ങളാണ് സാർ ചെയ്യുന്നത്, മലയാളം പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒട്ടനടി കുച്ച് കുച്ച് ഹോത്താ ഹേ എന്നുള്ളൊരു ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയുടെ ക്യാമറാമാൻ എന്നുള്ള നിലയ്ക്കാണ് സാറിൻ്റെ പേര് നമ്മൾ എഴുതി കാണിക്കുന്നത് കാണുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഏതാണോ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന ഭാഷ, ആ ഭാഷയിൽ കുറേ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ബോളിവുഡിലോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ഭാഷകളിലോട്ടൊക്കെ പോകാറെങ്കിൽ സാറിൻ്റെ ഷിഫ്റ്റ് ഭയങ്കര പെട്ടെന്നായിരുന്നു. ഇവിടെ ഹിറ്റ് അടിക്കുന്നു, നേരെ ബോളിവുഡിൽ ചെന്നൊരു ഹിറ്റ് അടിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റും ആ ഒരു എന്താ പറയുക പെട്ടെന്നൊരു ബോളിവുഡിലേക്ക് ഒരു ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെ സംഭവിച്ചു? അങ്ങനെയല്ലായിരുന്നത്. അതിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ശിവേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞിട്ട്. അയാൾക്കൊരു ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ബോംബെക്ക് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ബോംബെക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും കുറേ നാളവിടെ പോയി അസിസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ തങ്ങി അവിടെ. അപ്പോൾ അവിടെ പുള്ളി ഒരു സിനിമ തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങി, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് അത് കണ്ടിട്ടാണ് കറണ്ട് അസിസ്റ്റൻ്റായിരുന്ന നിഖിൽ അഡ്വാനിയും അന്നത്തെ അതിൻ്റെ എഡിറ്ററായിരുന്ന രേണു സലജൊക്കെ ഇത് കാണുകയും അങ്ങനെ അവർ സംസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഇതിനു വേണ്ടി വിളിക്കുന്നത്. അതാണ് ആദ്യം ഉണ്ടായത് ശരിക്കും. മനസ്സിലായി. അതിൻ്റെ സമയത്താണ് സിവി സാറ് ഈ പ്രണയവർണ്ണങ്ങൾക്കായിട്ട് വിളിക്കുന്നത്. അപ്പോൾ അത് ഒരു ഹിന്ദി പ്രൊജക്റ്റുകളൊക്കെ ആ സമയത്തൊക്കെ കൂടുതൽ സമയമെടുക്കും, സമയത്തിന് തുടങ്ങിയില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സിവി സാറിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സാധനം അവിടെ നിന്ന് വന്നിട്ടുണ്ട്, നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല, അങ്ങനെയൊക്കെയാണ്, നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു.
സാർ അത് ഓക്കെയാണ്, കുഴപ്പമില്ല, നമുക്ക് ആ സമയത്ത് നോക്കാമെന്നുള്ള. സാറിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു വലിയൊരു വിഷയമല്ല ഒരു ക്യാമറമാൻ എന്നുള്ളത്. എന്താണെങ്കിലും അത് പിന്നീട് നോക്കാമെന്ന് വിചാരിച്ച് ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ കറക്റ്റ് സമയത്തിന് അത് തുടങ്ങുകയും ചെയ്തു അവിടെ ഹിന്ദിയിൽ. അപ്പം ഇതിൻ്റെ പകുതിയായി നിൽക്കുകയാണ് ഈ പ്രണയവണ്ണങ്ങൾ. അപ്പം അതൊരു എനിക്കൊരു മാനസിക പ്രശ്നമായി. ഇനിയിപ്പോൾ എന്താണ് ഇനി സാറിനോട് പോലെ ഇത്ര സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ അവസരം ഫസ്റ്റ് സിനിമയിൽ ഇനിയിപ്പോൾ എന്താ പറയുന്നൊക്കെയുള്ള അവസരം, ഒരു ടെൻഷനിൽ ഞാനിങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ സാറ് വളരെ വളരെ നല്ല രീതിയിൽ, ഒട്ടും ടെൻഷൻ തരാത്ത രീതിയിൽ പറഞ്ഞു, അത് കുഴപ്പമില്ല, സന്തോഷിന് ഇവിടെ ആരെയാണ്, അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ നിന്ന് ആരെയാണ് വെക്കേണ്ടത്, ആരെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. സാറെന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും വലിയ DOP-കളിലൂടെ എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ആളാണല്ലോ. വേണുവേട്ടൻ, S. കുമാർ, അങ്ങനെ ആരെ വേണമെങ്കിലും വിളിക്കാം, എന്താ വെച്ചാൽ സന്തോഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 1 ഇയർ ജൂനിയറായിട്ട് FTA എന്നുള്ള പ്രകാശ് കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ അവൻ കുറേ പടങ്ങളിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പടങ്ങളെല്ലാം. അപ്പം ഒരു മനസ്സോട് ഞാൻ സാറിനോട് ചോദിച്ചു, ഇത് ഇവൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കുമോ, എന്താണ് സാറിന്. അപ്പം ഒരു 2-3 ആഴ്ച വർക്ക് ചെയ്ത് സാറും പ്രകാശിനെ കുറിച്ചൊരു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതും ഓക്കെ പറഞ്ഞു. അങ്ങനെ എന്നാലായിക്കോട്ടെ, പ്രകാശ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. സാറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിലൂടെ 2 DOP-കൾ എന്താ പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും പ്രകാശും ഒരു DOP-ആയി മാറി, ഞാനും അങ്ങനെയായി മാറി. അങ്ങനെ ഒരു സിനിമ 2 DOP-കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കഥയാണ് ഈ പ്രണയവർണ്ണത്തിനുള്ളത്. അത് സിവിസാറിൻ്റെ ഒരു വലിയ ലാർജ് ഹാർട്ട്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. സാർ ഇപ്പോൾ FTI ജീവിതം, ഇപ്പോൾ നമ്മൾ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ സാർ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇത് എസ്തെറ്റിക്കലി കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആസ് എ പേഴ്സൺ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ സാറ് ഒരു വിഷ്വലിനെ കാണുന്ന രീതിയും അല്ലെങ്കിൽ ചില കളറുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്ന രീതിയൊക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ എസ്തെറ്റിക്കലി ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്? അപ്പം നിങ്ങൾക്കിപ്പം എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വന്നിട്ടുള്ള കുറേ സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ. എൻ്റെ ഒരു വലിയൊരു ലീനിയേജ് ഉള്ള സ്ഥലമാണ് മലയാളം. അതായത് ഷാജി കരുൺ സാർ തൊട്ട് മധു അമ്പാട്ട്, വേണു സാറ്, സന്തോഷ് ശിവൻ, അങ്ങനെ ഇപ്പം യങ് ജനറേഷൻ വരെയുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പം FTIയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഇരുത്തി നമ്മളെ പഠിപ്പിക്കുക, മനസ്സിലാക്കുക, അതിനെക്കൂടെ ഉപരിയായിട്ട് നമുക്കൊരു എക്സ്പോഷർ കിട്ടുമെന്നുള്ളതാണ്. ഇന്നത്തെ പോലെയല്ല, അന്നത്തെ സാഹചര്യം. ഇന്നിപ്പോൾ യൂട്യൂബ് വഴിയായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് വേൾഡ് സിനിമകളെ കാണാനുള്ളൊരു സംവിധാനമുണ്ട്. അന്ന് ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേൾഡ് സിനിമ ഡെയിലി 1-2 സിനിമ വെച്ച് കാണാനുള്ളൊരു സംവിധാനം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ. അപ്പം അങ്ങനെ അതൊരു നമ്മുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഈ വേൾഡ് സിനിമ. അങ്ങനെ അത് നമ്മുടെ നാച്ചുറലി നമ്മുടെ എസ്തറ്റിക്സിനെയും നമ്മുടെ ഒരു കലാബോധത്തെയൊക്കെ ബാധിക്കുമല്ലോ. അങ്ങനെ യൂറോപ്യൻ സിനിമ, ജാപ്പനീസ് സിനിമ, അങ്ങനെ എന്തെല്ലാം രാജ്യങ്ങളിലെ നല്ല സിനിമ സംവിധായകരും സിനിമാറ്റോഗ്രാഫേഴ്സിനെ എല്ലാം നമ്മളിങ്ങനെ കണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ കുറേശ്ശെ വലിച്ചെടുക്കും. അങ്ങനെ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതാണ് അവിടെ വെച്ചുണ്ടാകുന്നൊരു വലിയ വ്യത്യാസം. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വർക്കുകളിലൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളിവിടെ പുറത്തിറങ്ങുമ്പോൾ അതേപോലെയുള്ള വർക്കുകളായിരിക്കുമല്ല നമുക്ക് കിട്ടുകയും ചെയ്യാൻ പോകുന്നത്. എങ്കിലും കുറേയൊക്കെ എന്താ പറയുന്നത്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്ന് പറയുന്നല്ലേ, ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു ഇതുണ്ടാകുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ പേഴ്സണലി വരുത്തിയിരിക്കുന്ന, ആസ് എ പേഴ്സൺ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ആസ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവിടുത്തെ ഒരു ജീവിതാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തിരി ആൾക്കാർ മിക്സാണ്. അത് പല സിറ്റികളിൽ നിന്നുള്ള ആൾക്കാർ, ഡൽഹി, കേരള, കൽക്കട്ട, ഒറീസ, അങ്ങനെയൊക്കെയുള്ള മൾട്ടി ലാംഗ്വേജ് സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ മൾട്ടി ലെവൽ ഉള്ള ആൾക്കാർ, വലിയ എന്താ പറയുന്നത്, സെൻറ്റ് സ്റ്റീഫൻസിലും ഡൂൺ സ്കൂളിലും പഠിച്ചിട്ടുള്ളവരും, ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഗുസ്തി കഴിഞ്ഞ് പോയിട്ടുള്ളവരും, എല്ലാവരും ഒരുമിച്ച് മിക്സ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു റേഞ്ച് ഓഫ് ഇതിനെ, നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു റേഞ്ച് ഉണ്ടല്ലോ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു റേഞ്ച് വർദ്ധിപ്പിക്കും. നമുക്ക് എന്നെ സംബന്ധിച്ചുള്ള, നമ്മളിപ്പോൾ ഒരു സാധാരണ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഞാൻ ഒരുപോലെ ഹാപ്പിയാണ്. അങ്ങനെ ഒരു റേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാർ ഇപ്പോൾ ഞാൻ പേഴ്സൺ എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാർ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും വളരെ
ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞ ക്രിട്ടിക്കലി ഭയങ്കര അക്ലെയിംഡ് ആയിട്ടുള്ള ആളുകളുടെയും കൂടെ എല്ലാം സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു വിഷ്വൽ സെൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രെയിം എങ്ങനെ വരണം എന്ന് അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും. സാറിനും ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും വർഷത്തെ പരിചയം കൊണ്ട് സാറും അങ്ങനത്തെ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇത്രയും ഇപ്പോൾ സിബി സാറിനെ പോലെ ഒരാളുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ബോളിവുഡിൽ ഇപ്പോൾ അനവധി ആളുകളോട് വർക്ക് ചെയ്തു, അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഈഗോ ഒന്നും ആവാണ്ട് ഇങ്ങനെ രസത്തിൽ കൊണ്ടുപോകാൻ സാധിക്കണ്ടേ? അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ വിളിക്കുകയുള്ളൂ. ഒന്നാതെ നമുക്കൊരു ഒരു ഒരു വൈബ് തോന്നുന്ന രീതിയിലുള്ള ആൾക്കാരല്ലേ നമ്മൾ വിളിക്കുകയുള്ളൂ. നമുക്ക് ഒട്ടും വൈബില്ലാത്ത ഒരാളെ വിളിച്ച് നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ഭാഷ സമവായം ഉരുത്തിരിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സമവായം ഉരുത്തിരിഞ്ഞതിനാണ് പിന്നീട് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് പൊതുവെ ഇത് ചെയ്യേണ്ടതും. അങ്ങനെയാണ് മിക്കവാറും 90% നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ. അതിന് മുമ്പ് തന്നെ ഈ ക്യാമറമാനെ അല്ലെങ്കിൽ ഒരു DOP നമ്മൾ വിളിക്കുമ്പോൾ ഒരു ഡയറക്ടർ ഒന്നുകിൽ പരിചയമുള്ള ആളായിരിക്കും. ഇപ്പോൾ സിബിസാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിബിസാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ മേനോട്ടിനെ സിബിസാറിൻ്റെ ഒരു പടത്തിൽ അസിസ്റ്റ് ചെയ്തിരുന്നു, സിന്ദൂർ രേഖ എന്ന് പറഞ്ഞിട്ട്, സുരേഷ് ഗോപി ശോഭനെ. അപ്പം അന്ന് കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഒരു അറിവുണ്ട്. ഒട്ടേറെ എന്ത് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ കുറച്ചൊക്കെ അറിവുള്ള ഒരു ആൾക്കാരെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് വിളിച്ച് ചെയ്യാൻ ആരും മുതിരാറില്ല. അത് തിരിച്ചപ്പോൾ നമ്മൾ ബോളിവുഡ് സിനിമകളുടെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കളേഴ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കുറേ സംഗതികൾ കാണിക്കുന്ന സിനിമകളും ഒരുപാട് സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമകൾ ഇപ്പോൾ നമ്മൾ മലയാള സിനിമകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വളരെ കളർഫുൾ ആയിട്ടുള്ള സംഗതികളാണ് ബോളിവുഡ് സിനിമകൾ പലപ്പോഴും കാണിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരുപാട് കളേഴ്സ് കാണിക്കുന്നതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോറി ടെല്ലിങ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ അവിടെ എവിടെയും അതിനെ ബാധിച്ചേക്കാം. പക്ഷേ അതെങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഡിമാൻഡൊക്കെ വരുമ്പോഴത്തേക്കും? ബോളിവുഡിൽ നിന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റില്ല. അവിടെയും പലതരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ എത്തുന്ന സിനിമകൾ ഈ കളേഴ്സ് എക്സാജറേഷനും ഒക്കെയുള്ള സിനിമകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു സിനിമ ഉദാഹരണം എടുത്താൽ പിഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിരുന്നു. 1947 പാർട്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അമൃത പ്രദത്തിൻ്റെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുള്ള നോവലിൻ്റെ ഇതാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു പീരിയഡ് മൂവിയായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ കളേഴ്സോ എക്സാജറേഷനോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പല മൂവികളും ചെയ്തിട്ടുണ്ട്. എന്നാൽ കളറും എക്സാജറേഷനും ചെയ്തിട്ടുള്ള മൂവികൾ വേറെ ഉണ്ടായിരുന്നു. ഇതൊരു ഹോളിവുഡിൻ്റെ ഒരു സ്ഥിരം ഇതാണെന്ന് പറയാൻ പറ്റില്ല. അവിടെയും പലതരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇൻ ജനറൽ അവിടെ മെജോറിറ്റി ആയിട്ട് വരുന്നത് ഇതുപോലെ എക്സാജറേഷൻ ഉള്ള മൂവികളായിരിക്കാം. അപ്പം എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പോലെ സ്റ്റോറി ടെല്ലിംഗ് ബാധിക്കാതിരിക്കാനായിട്ട്? അവരുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ തെലുങ്ക് സിനിമകൾ എടുത്തു കഴിഞ്ഞാലും അവരുടെ സ്റ്റോറി, ഇപ്പോൾ RR എന്ന് പറയുന്നൊരു മൂവി, അതിൻ്റെ ഒരു എക്സാജറേഷൻ സ്വഭാവം അവരുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമാണ്. അവിടുത്തെ ആൾക്കാർക്ക് അതാണ് ഒരു സാധാരണ സ്റ്റോറി ടെല്ലിംഗ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഹൈ ഡോസ് ലോ ഡോസ് ആയി പോയ ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് വേണം, നിർബന്ധമാണ്. അവർക്ക് അതൊരു ബേസിക് സ്റ്റാൻഡേർഡാണ്, റിച്ച്നെസ് തോന്നാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. ഞാൻ ചിലപ്പോൾ സാർ ഉത്തരം പറയുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ കൊമേഴ്ഷ്യലി വളരെ സക്സസ്ഫുൾ ആകും നമുക്ക് ഉറപ്പുള്ള സിനിമകളും ഒരുപാട്, ഇപ്പോൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ഇത് ആഘോഷിക്കപ്പെടുന്ന ഉറപ്പുള്ള സിനിമകൾ, ഇപ്പോൾ കൃഷ് പോലുള്ള സിനിമകളും. ഇപ്പം ആ കൂട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലക്ക് എന്നുള്ള സിനിമയാണ്. ചിലപ്പോൾ എൻ്റെ ഒരു കോളേജ് കാലത്തൊക്കെ ഇറങ്ങിക്കൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചർച്ചയായില്ലെങ്കിലും കൃഷ് വളരെ ചർച്ചയായ സിനിമയാണ്. അപ്പോൾ സാറിന് എന്താണ് ഇഷ്ടം ശരിക്കും, ഈ കൊമേഴ്ഷ്യലി ഭയങ്കര ആഘോഷിക്കപ്പെടുന്ന സിനിമകൾ ചെയ്യാനായിട്ടാണോ അങ്ങനെ കഥകൾ? അങ്ങനെ രണ്ടും എനിക്കിഷ്ടമാണ്. കഥകളായിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാകും. കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പോഷറും അതിൻ്റെ ഒരു സെലിബ്രേഷനും വേറൊരു ലെവലാണ്. ഇത് രണ്ടും നമ്മൾ എൻജോയ് ചെയ്യും. അല്ലാതെ ഇതേ ചെയ്യാവുള്ളൂ അതേ ചെയ്യാവുള്ളൂ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇല്ലല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആ ഒരു റേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ചെറിയ സാധനം, ഞാനിവിടെ നമ്മുടെ TV ചന്ദ്രൻ സാറിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്, എന്താ പറയുന്നത്, പെങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞങ്ങൾ 10-20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ അതുപോലെയുള്ള സിനിമകളും പിന്നെ KP കുമാരൻ സാറിൻ്റെ മറ്റേ മോഹൻലാൽ സാർ അഭിനയിച്ച ആകാശഗോപുരം, അതുപോലെ ചെറിയ ചെറിയ നല്ല സിനിമകളായിട്ട് വന്നിട്ടുള്ളതാണ്. അതും ചെയ്തിട്ടുണ്ട്. സാർ ഇപ്പോൾ ദേവദൂതൻ പോലൊരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ സാറിന് അറിയാം ഇത് വിഷ്വലി ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കണം ഈ സിനിമ. അപ്പോൾ എങ്ങനെയാണ് ദേവദൂതന്റെ ആ ഒരു
ഇപ്പോൾ അതിന്റെ ലൊക്കേഷനൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണ് ഹണ്ട് ചെയ്തിരിക്കുന്നത്. ഊട്ടിയാണെങ്കിലും അത് എങ്ങനെയാണ് ഹണ്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. സിബി സാറിന്റെ ഒരു കൈ ഉണ്ടാവും അതിൻ്റെ അകത്ത്, ലൊക്കേഷൻ മാനേജർ ഉണ്ടാവാം, സാറിന്റെ കൈകൾ ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പൊ എങ്ങനെയാണ് ആ ലൊക്കേഷൻ എന്നുള്ള കഥ എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ എനിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ എങ്ങനെയാണ് ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ അതിനൊരു വിഷ്വൽ ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ദേവദൂതൻ പറഞ്ഞ് അതിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നു. ദേവദൂതന്റെ കഥ ആദ്യം കേൾക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു സാറിന്റെ മനസ്സിലേക്ക് വന്നത്? കഥയിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊന്നും എഴുതിയിട്ടുണ്ടാവില്ല എപ്പോഴും. ദേവദൂതനിലെ കഥ സ്ക്രിപ്റ്റിൽ തന്നെ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ലൊക്കേഷൻ തേടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അന്ന് നമ്മൾ പോയത് ഞാനും സിബിസാറും എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു അന്ന് രഞ്ജിത്ത്. ഇപ്പം ഇതിൻ്റെ തുടരുവിൻ്റെയൊക്കെ പ്രൊഡ്യൂസറായിട്ടുള്ള രഞ്ജിത്ത് കറക്റ്റ്. രഞ്ജിത്തും ഞാനും സിബിസാറും പിന്നെ എനിക്ക് തോന്നുന്നത് റൈറ്ററും ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ അവിടെ കൂടിയാണ് വണ്ടി ഓടിച്ച് ഇവിടുന്ന് ഊട്ടിക്ക് പോകുന്നത്. അവിടെ പോയി ഈ പറഞ്ഞ കഥയുടെ ഒരു ഇതുണ്ടല്ലോ, പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ അന്വേഷിക്കുകയാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറിനടുത്ത് കിട്ടുന്ന ഒരു സാധനം കണ്ടു കഴിയുമ്പോൾ അത് ഓക്കെ എന്ന് തോന്നും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതേപോലെ അതിൻ്റെ അകത്ത് ഇപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു ഓരോ സിനിമയ്ക്ക് ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു അത്? ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു കളേഴ്സ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഈ സമയത്തൊക്കെ ആയിരിക്കണം അതിൻ്റെ കഥ പറഞ്ഞ് പോകേണ്ടത്, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഒരു കഥ കേൾക്കുമ്പോൾ വരാറുണ്ടോ? ഇപ്പൊ ഡയറക്ടറിന്റെ ഇൻപുട്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത്, എന്നാൽ പോലും അതുണ്ടാവും. അതിപ്പോൾ നമ്മൾ ഓരോ കഥയിലും ഓരോ സീനും ഒക്കെ വായിക്കുമ്പോൾ അത് ഇന്ന രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും നമുക്ക് തോന്നാറുണ്ട്. തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യും. അത് പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് പിന്നീട് ബാക്കിയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് വർക്കൗട്ടാക്കും. അങ്ങനെ അതൊരു കമ്പൈൻ പ്രോസസ്സാണ്. ആസ് എ ക്യാമറമാൻ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ, സാർ ഏറ്റവും കൂടുതൽ ഒരു സിനിമയിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും കയറുമ്പോഴത്തേക്കും സാറിന് ഏറ്റവും കൂടുതൽ വാശി പിടിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സാർ എപ്പോഴും നിർബന്ധം പിടിക്കുന്ന ചില പോയിന്റ്സ് ഉണ്ടാവില്ലേ, എങ്ങനെയായിരിക്കണം ഷൂട്ട് പോകേണ്ടത്, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് ക്യാമറ, ഇന്ന ക്യാമറ ആയിരിക്കണം, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാമറ ആയിരിക്കണം, അത് നിർബന്ധം പിടിക്കാറുണ്ട്. 95% അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ആരും എന്നോട് പിന്നെ ഇങ്ങോട്ട് നിർബന്ധിക്കാറില്ല, അതല്ല ഇതിന് പോലെ ഇതുകൊണ്ട് ചെയ്ത് കൂടെ ഇതുവരെ ആരും നിർബന്ധിച്ചിട്ടില്ല. പിന്നീട് പിന്നെ ഷൂട്ടിംഗ് സമയങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്ക് രാവിലെ ചെയ്യേണ്ടത് രാവിലെ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ വലിയ സ്റ്റാർസ് സിനിമകളിലൊന്നും ചിലപ്പോൾ ഇത് നടന്നെന്ന് വരില്ല. അപ്പം അതിനുള്ള എന്തെങ്കിലും പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ അത്ഭുതപ്പെടുത്തിയൊരു സിനിമാ നടനുണ്ടാവും, അതായത് അല്ലെങ്കിൽ നടിയോ, നമ്മൾ പോലും, അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡിമാൻഡ് ആയിരിക്കും ഇങ്ങനെ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യണമെന്ന്, പക്ഷേ നമ്മളെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മളെക്കാൾ ആവേശഭരിതനായി അദ്ദേഹം വന്നു നിൽക്കുന്നു എന്നൊരു. അതായത് അതിനകത്തൊരു ഏർലി മോർണിംഗ് ഷോട്ട് ഞങ്ങൾ ആലപ്പുഴയിൽ പ്ലാൻ ചെയ്തു. എറണാകുളത്താണ് താമസം. അപ്പോൾ ആലപ്പുഴയ്ക്ക് പോയി 3/4 മണിക്കൂർ 1 മണിക്കൂർ അവിടെ ഏതോ ഒരു ബീച്ചിലാണ്. അപ്പം ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് ഷോട്ട് എടുക്കണം. 5:30, 6:15 ഇടയ്ക്ക്. അപ്പം ഞാനും സിബിസാറും കൂടെയാണ് ഹോട്ടലിൽ നിന്ന് ആദ്യം വണ്ടി വിടുന്നത്. പിന്നെ കുറേ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ, ആലപ്പുഴ ബീച്ചിൽ ചെന്നപ്പോൾ, ലാൽ സാറിൻ്റെ വണ്ടി, പുള്ളി അവിടെ ഓൾറെഡി അവിടെ പ്രസൻ്റാണ്. പുള്ളി വണ്ടിയിലൊക്കെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 5:30 മണിയൊക്കെ ആയിക്കാണ്, 5:30 ആയിക്കാണ്. അപ്പം അതൊക്കെ വളരെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിലൊരു വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അദ്ദേഹത്തിനോട് ഇപ്പം കുറച്ചൊരു 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ ആരും അത് ചോദിക്കില്ല. സത്യം, അന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മളെക്കാൾ ടെൻഷനിലും ആവേശത്തിലും പുള്ളി അന്നും വലിയ സ്റ്റാറാണല്ലോ. അപ്പം വന്ന് അവിടെ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ. ഏത് പടമാണെന്നുള്ള ദേവദൂതൻ്റെ അതിന് ശേഷം അതുപോലുള്ള ഡെഡിക്കേഷൻ ഞാൻ കണ്ടിട്ടുള്ളത് അമിതാഭ് ബച്ചനിലാണ്. അമിതാഭ് ബച്ചനായിട്ട് ഇത് പറഞ്ഞ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ബോംബെയിൽ നിന്നൊരു 3 മണിക്കൂർ ദൂരെ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. അവിടെ രാവിലെ 7 മണി ഷിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റെല്ലാം തലേദിവസം അവിടെ പോയി താമസിച്ചു. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം ഉഴപ്പിപ്പോവും. പുള്ളി വീട്ടിൽ നിന്ന് വന്നോളാന്ന് പറഞ്ഞു അമിതാഭ് ബച്ചൻ. ഞങ്ങൾ രാവിലെ ഞാനും ഡയറക്ടർ പറഞ്ഞ പോലെ 7 മണി ഷിഫ്റ്റിന് 6:45 ആയപ്പം ഞങ്ങളവിടെ ലൊക്കേഷനിലെത്തുന്നു. ലൊക്കേഷനിലെത്തി ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിന് ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ പുള്ളിയുടെ വണ്ടി അവിടെ വന്നിരിക്കുന്നു. പുള്ളി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി, എവിടെ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചിട്ട്, സീൻ എവിടെയെന്ന് ചോദിച്ചിട്ട് ചാടി ഇറങ്ങി. അതുപോലെ ആ പ്രായത്തിലും പുള്ളി ഒരു 9 മണിയായിട്ട് വന്നാൽ പോലും ആരും ഒന്നും ചോദിക്കില്ല. 9 ഒക്കെ വളരെ നോർമലായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഷോട്ടൊക്കെ എടുക്കാൻ കാണും, അതൊക്കെ എടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഡെഡിക്കേഷൻ, അതൊക്കെയാണ് അവരുടെ അവരായി മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ.
ഇപ്പോൾ ഒരു ദിവസത്തിന്റെ പല സമയത്തായിട്ട് സാർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് എനിക്ക് തോന്നുന്നത് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് 12 മണി മുതൽ രാത്രി 11:59 വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ഇഷ്ടമുള്ള സമയം ഏതാ ഷൂട്ട് ചെയ്യാനായിട്ട്? അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള സമയം എനിക്ക് ഏർലി മോർണിംഗ്സ് ഇഷ്ടമാണ്. രാവിലെ ഏർലി മോർണിംഗ് ഷൂട്ട് ചെയ്യുക എന്നുള്ള ഇഷ്ടമുള്ള കാര്യമാണ്. ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും. കാരണം മോർണിംഗിലാണ് എല്ലാവരും ഒരു ഫ്രഷ് എനർജി ആയിട്ട് നിൽക്കുന്നത്. അത് പക്ഷേ എപ്പോഴും നടക്കാറൊന്നുമില്ല മോർണിംഗ് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ. ഇപ്പം ഇപ്പോൾ പുതിയ ആക്ടേഴ്സും കാര്യങ്ങളും ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ സമയം എടുക്കാറുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിൽ അതൊരു വിഷയമല്ല, കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നം ഉണ്ടാവില്ല. എക്സ്റ്റീരിയർ ആണെങ്കിൽ മോർണിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും രസം. മോർണിംഗ് അല്ലെങ്കിൽ പിന്നെ ഈവനിങ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്യാമറ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സാധാരണ ഒരു സിനിമ പ്രേമിയെ വെച്ചിട്ട് ചോദിക്കുകയല്ല, ഒരു ടെക്നീഷ്യൻ ആംഗിളിലൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകളോട് ഓരോ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പല ക്യാമറകളും അതിൻ്റെ ഡെപ്ത് വൈസ് ഭയങ്കര രസം തോന്നിക്കും ഷൂട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഫ്രെയിംസ് വരുമ്പോൾ വിഷ്വൽസ് വരുമ്പോൾ. അപ്പോൾ സാർ എങ്ങനെയാണ് ഒരു സിനിമയും വെച്ചിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്, ഏത് ക്യാമറ വേണം എന്നുള്ളത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില എക്യുപ്മെൻറ്റുകൾ ഉണ്ടോ? അങ്ങനെ ഒരു ഞാൻ സ്ഥിരമായിട്ട് ആരിയുടെ അലക്സ ക്യാമറകളുടെ ഒരു ഉപയോഗമാണ്. ഞാൻ എല്ലാ സിനിമകളിലും ഒരു 90% ആണ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോണി വെനീസ റെഡ് ഇതൊക്കെ ഇടയ്ക്ക് 1-2 സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാരണം, അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കളർ ക്വാളിറ്റി, അതിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു ടെക്സ്ചർ, അത് ഈ ലൈറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന അതിൻ്റെ ഈ വൈറ്റ്സ്, ഓവർ എക്സ്പോസ് ഏരിയാസ്, ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ അത്രയൊരു ബ്യൂട്ടി, അത്രയൊരു ക്വാളിറ്റി വേറെ ഒരു ക്യാമറയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചിലർ സോണിയെക്കുറിച്ചൊക്കെ പറയും. സോണിയുടെ ഇമേജസിനൊക്കെ ഇപ്പോഴും പഴയ സോണി ഒരു ഇലക്ട്രോണിക് ക്യാമറ ആയിട്ടാണല്ലോ അവർ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രോണിക് സ്വഭാവം ഇപ്പോഴും ഉണ്ട്. അതുകൂടാതെ ലോ ലൈറ്റ് അത് നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് പറഞ്ഞില്ലേ. പക്ഷേ രാത്രിയിലൊക്കെ നമ്മൾ ഇതില്ലാതൊക്കെ ഷൂട്ട് ചെയ്യാം. അതൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, മനസ്സിലായി. പക്ഷേ നമ്മൾ മേജർ ലോ ലൈറ്റിലൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ സാധാരണ ലൈറ്റപ്പ് ചെയ്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്സ്ചറും ക്വാളിറ്റിയും വളരെ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഷൂട്ട് ചെയ്യുന്ന സമയം പറഞ്ഞു, ഞെട്ടിച്ച ചില താരങ്ങളുടെ കാര്യം പറഞ്ഞു. ഇതേപോലെയൊക്കെ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ഭയങ്കര പാട് പിടിച്ച് നേരത്തെ ദേവദൂതന്റെ ഷൂട്ട് ചെയ്തപ്പോൾ രസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും പാട് പിടിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതായത് കുറേ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് പാട് പിടിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള. ഈ ഡെസേർട്ടിലും മറ്റേ ഈ പറഞ്ഞ നമ്മുടെ ലക്ക് എന്ന് പറയുന്ന സിനിമയിൽ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. വലിയ ഒരു വൈറ്റ് സാൻഡുള്ള ഒരു ഡെസേർട്ട്. അതിലൂടെയൊക്കെ ഒത്തിരി നടന്നാണ് നമ്മൾ ലൊക്കേഷനിലൊക്കെ ചെല്ലുന്നത്. അവിടുന്ന് ഈ പറഞ്ഞ പോലെ വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകുന്നതൊക്കെ പറഞ്ഞാൽ വൈകിട്ടത്തൊക്കെ ആകുമ്പോൾ നമ്മൾ തീർന്നു പോകും. അതുപോലുള്ള അവസ്ഥയായിരുന്നു. പിന്നെ അതിൽ തന്നെ കടലിനകത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ലക്കിനകത്ത് കടലിനകത്ത് ഈ ആൾക്കാർ ഒറിജിനലി അതിനകത്ത് ഇറക്കി, അങ്ങനെയൊക്കെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ അതുപോലെ കൃഷ്ണനകത്ത് ഇതുപോലെ സിംഗപ്പൂരിൽ വളരെ ഡിഫിക്കൽട്ട് ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പോഴും ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന കുറേ ഉണ്ടാവുമായിരിക്കും. എന്നാലും അതിൻ്റെ അകത്ത് എനിക്ക് 1-2 എണ്ണം എടുത്ത് പറയുകയാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും? ചെയ്തതിൽ വെച്ച് ഏറ്റവും മനസ്സിൽ തട്ടി നിൽക്കുന്ന ചില സീൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതിൻ്റെ ഒരു എടുത്തിരിക്കുന്ന രീതി വെച്ചായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒരു പാറ്റേൺ വെച്ചിട്ടായിരിക്കാം. അത് എല്ലാ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിപ്പം നമുക്ക് കുറേ സിനിമകൾ ചില 50 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പർട്ടിക്കുലറായിട്ട് 1-2 ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ സിനിമകളിലും ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ നമ്മളെ പ്രത്യേകമായിട്ട് ഒന്ന് ടച്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു ഔട്ട്കമും അതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അത് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, ഡയലോഗ്, നമ്മുടെ ക്യാമറയുടെ മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ലൈറ്റിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഒരു കോമ്പിനേഷനിൽ നിന്നുണ്ടാകുന്ന ഒരു റിസൾട്ടാണ് സിനിമ എന്ന് പറയുമ്പോഴേ. മൊത്തത്തിലൊരു അൺസർട്ടനിറ്റി നിറഞ്ഞൊരു ഇടം തന്നെയാണ്. അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ലെജൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ അതിന് മുന്നെയോ അതൊക്കെ മുന്നേ ഉള്ള ജനറേഷൻ ആണെങ്കിലും ഒക്കെ അവരും അൺസർട്ടനിറ്റി തന്നെയാണ് സിനിമയിൽ ജീവിച്ചതും സിനിമ ശ്വസിച്ചതും അതിനോടുള്ള ഇഷ്ടത്തിൽ ജീവിച്ചതും ഒക്കെ. എങ്ങനെയാണ് അപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടിരിക്കണം, അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു സിനിമ പഠിക്കുന്ന അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടിരിക്കണമല്ലോ, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് നടത്തുന്ന എക്സസൈസുകൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക എക്സസൈസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സുഹൃത്തുക്കളും
അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെയാണ് സംസാരം. പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സിനിമയാണ്, വായിക്കുന്ന പുസ്തകങ്ങളും ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ലോകത്തിലാണ് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുക. പ്രതീക്ഷയാണല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഒരു ഹോപ്പാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ സിനിമാക്കാരെ സംബന്ധിച്ചുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ്റെ ബിസിനസ് എന്ന് വിജയിക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടാവും. സിനിമാക്കാരനാകുമ്പോൾ അവൻ്റെ സിനിമയിൽ നിന്ന്, ഡയറക്ടറാണെങ്കിൽ അവൻ്റെ സിനിമയിൽ നിന്ന് ഹിറ്റാവും. മറ്റേ ടെക്നീഷ്യനാണെങ്കിൽ ഞാനെന്നായിരിക്കും ഒരു വലിയ സിനിമ ചെയ്ത് എൻ്റെ സ്ക്രീനിൽ ആൾക്കാർ വന്ന് കൈയടിക്കുകയും അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ഇമേജ് നമ്മൾ സ്വപ്നം കാണുമല്ലോ. ആ സ്വപ്നം നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കണം. അത് എന്ന് യാഥാർത്ഥ്യമാകും നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും ഉണ്ടാകുന്നില്ല. അതായത് ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞാൽ, ഫോർഡ് കാറുകളെ കുറിച്ച് അറിയാമല്ലോ. ഫോർഡ് കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ ഉണ്ടാക്കിയ ആൾ, ഫൗണ്ടർ ഫോർഡ് കമ്പനിയുടെ ഫൗണ്ടറോട് ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്ത ഒരാളെ ചോദിച്ചു, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ ഭാഗ്യമുണ്ടല്ലോ, നിങ്ങൾ ഇറങ്ങുന്ന കാറുകൾ വിജയിക്കുന്നു, അമേരിക്കയിലെ നമ്പർ 1 കാറായിരുന്നു ഫോർഡ്. അപ്പം അങ്ങനെയൊക്കെ ആവുന്നു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഈ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, ഭാഗ്യദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷി പോലെയാണ്. അത് നിൻ്റെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പറക്കും. അതിങ്ങനെ റൗണ്ടിട്ട് പറന്നുകൊണ്ടിരിക്കും. പക്ഷെ നിൻ്റെ തലയുടെ മുകളിൽ വരുന്ന എപ്പോഴാണെന്ന് നിനക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ അതിനെ പിടിക്കണമെങ്കിൽ ഒന്ന് ചാടണം, ഞാനിങ്ങനെ ചാടി പിടിക്കും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, അതെപ്പോഴാണ് വരുന്നത് അറിയുന്നത് എങ്ങനെയാണ് സാറിന്? ചാടി പിടിക്കണമെങ്കിൽ അറിയണമല്ലോ. അതില്ല, അതെപ്പോഴാണ് വരുന്നത്? ഞാനിങ്ങനെ സ്ഥിരമായി ചാടിക്കൊണ്ടിരിക്കുക, അത് എപ്പോഴെങ്കിലും അത് കൈ വരും എന്ന് പറഞ്ഞാലാണ് മനസ്സിലായി. നമ്മൾ സ്ഥിരമായി ചാടിക്കൊണ്ടിരിക്കുക, മുടങ്ങാതെ പണിയെടുത്തോണ്ടിരിക്കുക, എന്തെങ്കിലും വന്ന് വീഴും എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഭാഗ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടേ, കഴിഞ്ഞ ദിവസം ഓസ്കാറിന്റെ ഒരു അക്കാഡമി അവാർഡ്സിൽ ഒരു തീരുമാനം വന്നിരുന്നു. AI സിനിമകളും അതേപോലെ തന്നെ AI തിരക്കഥകളും AI നടീനടന്മാർക്കും ഇനിയിപ്പോൾ അവാർഡ് കൊടുക്കില്ല എന്നൊരു തീരുമാനം വന്നു. അപ്പൊ ആസ് എന്താ പറയുക, ഒരു സീനിയർ ടെക്നീഷ്യൻ AI സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് ഞാൻ AI ഇറങ്ങിയ സമയം തൊട്ടേ ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഒരാളാണ്. ഞാൻ പോയി ശരിക്കും പറഞ്ഞാൽ മദ്രാസ് IIT പോയി AI കുറിച്ചൊരു കോഴ്സും ചെയ്തിട്ടുണ്ട്. AI ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ കോഴ്സാണ്, 4 ദിവസത്തെ കോഴ്സ്. അതിൻ്റെ AI ഉപയോഗിച്ച് എങ്ങനെ സിനിമ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ 1.5 വർഷമായി, 2 വർഷത്തോളമായി ഞാൻ ആ കോഴ്സ് ചെയ്തിട്ട് തന്നെ. അതുപോലെ ഞാൻ വീട്ടിലിരുന്നും പല AI പരിപാടികളും ചെയ്യാറുണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഓസ്കാറല്ല ആരും തീരുമാനിച്ചാലും ഇത് വന്നേ വരും. അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, സിനിമ ഡിജിറ്റലാകുന്നതിന് മുമ്പ് ഫിലിം സെല്ലുലോയിഡായിരുന്നു. അപ്പോൾ അന്ന് സിനിമ ഡിജിറ്റലായപ്പോൾ എല്ലാവരും കൂടെ ഇതുപോലെ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ഇത് ഡിജിറ്റലായി കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം നശിച്ചു പോകും, ഇത് അങ്ങനെ ഭയങ്കര ഒരു പ്രതിരോധം ഉണ്ടാക്കി സിനിമ സെല്ലുലോയിഡിൻ്റെ ലവേഴ്സ്. പക്ഷേ എന്തെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റും? ഇതില്ല. ഇതൊരു ടെക്നോളജിയുടെ ഒരു എന്താ പറയുന്ന ഒരു വളർച്ചയാണ്, അത് വന്നുകൊണ്ടിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ജഡ്ജ്മെൻറ്റിൽ ഞാൻ ഈ AI കുറിച്ച് കുറേയൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇതെല്ലാം പാരലായിട്ട് നിലനിൽക്കും. AI സിനിമയും ഉണ്ടാകും, നോർമൽ സിനിമകളും ഉണ്ടാകും. AI സിനിമകളെന്ന് ഇപ്പം നമ്മൾ ആനിമേഷൻ സിനിമകൾ കാണുന്നില്ലേ? ആനിമേഷൻ സിനിമകൾ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ലേ? സത്യം, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് ആനിമേഷൻ സിനിമകൾ. അപ്പം അത് ജാപ്പനീസ് ആനിമേഷൻ ആണെങ്കിലും ആനിമേ ആണെങ്കിലും ഹോളിവുഡ് ആനിമേഷൻ ആണെങ്കിലും അതുപോലെയുള്ള എല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്യാരക്ടേഴ്സ് ചിലരൊക്കെ നമ്മുടെ ഹീറോസ് ഉണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇന്ന് പറഞ്ഞ പോലെ AIയിലും ആ ഒരു വിഭാഗം ഉണ്ടായിത്തീരും, ജനർ. അത് നിലനിൽക്കുകയും അത് വളരുകയും ചെയ്യും. അതിനോടൊപ്പം നമ്മുടെ സിനിമകൾ, സാധാരണ സിനിമകളും ഉണ്ടാകും, രണ്ടിനും കാഴ്ചക്കാരും ഉണ്ടാകും. ഞാൻ ഇന്നേ വരെ AI കുറിച്ച് കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ സാർ പറഞ്ഞത്. അതായത് AI സ്റ്റാറുകൾ ഉണ്ടാവാം, AI തിരക്കഥകൾ, അത് തന്നെ അതിനെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാലവും നമ്മൾ മനുഷ്യനെ ആഘോഷിക്കുന്ന ഒരു കാലവും വരും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അയ്യോ ഭയങ്കര അല്ലാതെ മറുപടി ആയിട്ട് ഭയങ്കര സന്തോഷം. ഇല്ല, അതിനൊന്നും മാറ്റി നിർത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം സത്യം സാർ, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും സാർ നേരത്തെ പറഞ്ഞ മറ്റേ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന സന്തോഷവും മറ്റേ ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുന്നതും നമ്മൾ രണ്ടും ചെയ്യണം. അത് കാരണം AI ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫോണിലൊക്കെ കാണുന്ന AI ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളുണ്ടാവില്ല, എന്തൊരു വിഷ്വൽ ക്വാളിറ്റിയാണ്. സത്യം, അത് ഇപ്പം ഇനിഷ്യൽ സ്റ്റേജിലല്ലേ, അതുകൊണ്ട് വലുതായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ആലോചിക്കുക, അതിനെ ആർക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നത്? പിന്നെ നോർമൽ സിനിമയിൽ AIയുടെ ഹെൽപ്പ് ഉണ്ടാകുന്നുണ്ട്, ഈ VFX അതുപോലെയുള്ള കാര്യങ്ങളിൽ, അത് എല്ലാം മേർജാവും. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് ജോണറായിട്ട് മനുഷ്യർ അഭിനയിക്കുന്ന സിനിമയും AI ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്ന സിനിമയും AIയിലെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും ഭാവിയിൽ. ഒന്നിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ചുരുക്കിൽ പറഞ്ഞു. അല്ല,
ഇതെല്ലാം ഓപ്പണാണ്. സോ അടിപൊളി. എന്തായാലും സാർ ഇത് ഇതിനൊപ്പം തന്നെ വേറെ കാര്യം, ഇപ്പം നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറിന് കിട്ടിയിരിക്കുന്ന 2 ഭാഗ്യങ്ങളായിട്ട് സാർ എപ്പോഴും പറയുന്ന ഒന്ന്, ഗാന്ധി എന്നുള്ള ഓസ്കർ വിന്നിംഗ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫറിന്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റി, ജുറാസിക് പാർക്കിന്റെ കഡ്ലിയുടെ കൂടെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയും എക്സ്പേർട്ടുകൾ ട്രെയിൻ ചെയ്യണമെന്ന് പറയും, എക്സ്പേർട്ടുകൾ ട്രെയിൻ ചെയ്യാണ് നല്ലതെന്ന് പറയും. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന എല്ലാവരും ലെജൻസ് ആണ്. അപ്പോൾ അത് കൂടാതെ അതിനുശേഷം ഞാൻ റിയലി വന്ന് അസിസ്റ്റ് ചെയ്തിട്ടുള്ള 2 പേരുണ്ട്. അതും കൂടെ വിട്ടുപോകുന്നത് ശരിയല്ല. ഒന്ന് വേണു സാറാണ്, നമ്മുടെ മലയാള ഇതിൽ വേണു സാർ. പിന്നെ ഹിന്ദിയിലെ ഗോവിന്ദ് നിലാനി. ഈ 2 പേരെയാണ് ഞാൻ മെയിനായിട്ട് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫീച്ചർ ഫിലിമുകളിൽ. ഫിലിമിലും മറ്റുമൊക്കെ കുറച്ച് വേറെ പലരെയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അവർ 2 പേരെയും നമുക്ക് ഈ പറഞ്ഞ ലെജൻസ് എന്നുള്ള ബ്രാക്കറ്റിൽ നിർത്താം. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ടുകൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് സാറിന് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ ലെജൻസ് ആണ്. അപ്പോൾ ഇപ്പൊ നേരത്തെ FTA തന്ന ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ലെജൻസിന്റെ കയ്യിൽ നേരിട്ട് പാഠം പഠിക്കുന്നതിന്റെ വ്യത്യാസം എന്നതാണ്. അതായത് അത് നേരിട്ട് കിട്ടിയ ആളെടുത്തുള്ള ചോദിക്കാൻ പറ്റുള്ളൂ. അത് അവരുടെ ട്രെയിനിങ് എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും ചില ടീച്ചേഴ്സ് പറഞ്ഞ് നമുക്കൊന്നും മനസ്സിലാവില്ല, അവർ നിൽക്കുന്ന അവരുടെ ഇതിലാണെന്ന് പറയും എന്ന് പറയുന്ന പോലെ ലെജൻസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതൊരു എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കുറേ ദിവസങ്ങൾ കൊണ്ട് ഈ പഠിപ്പീരെന്നുള്ളൊരു സംഭവം അല്ലാതെ ഇതിനകത്തൊരു വിഷൻ ഉണ്ട്. ഒരു നമ്മൾക്കുണ്ടല്ലോ ഒരു വലിയൊരാളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു വിഷൻ്റെ ഒരു അംശം, അതായത് ഒരു എനർജി എന്താ പറയുന്നത് ട്രാൻസ്മിഷൻ, നമ്മളിലേക്ക് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ പോകുന്നു, അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന എന്തിനാണ് അവിടെ നിന്നുള്ള ഒരു ചെറിയ എനർജി നമുക്ക് കിട്ടും അല്ലേ? ആ ഒരു എനർജി ഉള്ളതുകൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പം വിശ്വാസിയാണെങ്കിൽ മനസ്സിലാവും. അങ്ങനെ അവിടെ പോയി 5 മിനിറ്റ് കണ്ണടച്ച് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു എനർജി നമ്മളിലേക്ക് ഇംബൈബ് ചെയ്യും അല്ലേ? ആ ഇംബൈബ് ചെയ്യുന്നൊരു നമ്മുടെ വളർച്ച സഹായിക്കും. എന്ന് പറഞ്ഞ പോലെ അവിടെ പോയിട്ട് ആരും ഭഗവാൻ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഒരു വലിയ ആൾക്കാരുടെ സാമീപ്യം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു എനർജി ട്രാൻസ്മിഷൻ ഉണ്ട്. അത് കൂടാതെ നമുക്കൊരു മോട്ടിവേഷനും, ഇത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും മോട്ടിവേഷൻ, അതൊക്കെ നമ്മളെ ബാധിക്കും. ഒരു മാനസികമായ ഒരു തലത്തിലാണ് ഇതിന് ടെക്നിക്കലി സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ ടെക്നോളജി ഒന്നും അങ്ങനെ പഠിക്കാനൊന്നുമില്ല ഇതിനകത്തൊന്നും. നമുക്കറിയാവുന്ന കൂടുതലായിട്ട് ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇതെല്ലാം ഒരുമാതിരി അടുത്ത ലെവലിലുള്ള അറിവായിരിക്കും. ഇതിപ്പോൾ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലോ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ. അതിനകത്തുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് എങ്ങനെ ഇത് ഒരു നാച്ചുറൽ ഒരു പെയിൻറ്റർ ഒരു പെയിൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് എഴുതി അതിനൊരു തീസിസ് എഴുതി കാണിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒരു വലിയൊരു പെയിൻറ്റർ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നു, അത് അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിനൊരു തിയറി ലോജിക്കും പ്രൊസീജിയറൊന്നും ഇല്ല. മനസ്സിലായി. അത് അയാളുടെ ഒരു സെൻസിബിൾ, അയാളുടെ ഒരു മനസ്സിൽ തോന്നുന്നതനുസരിച്ച് അയാളൊക്കെ ചെയ്യുകയാണ്. അതങ്ങനെ ഫോം ചെയ്ത് വരും എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അവരുടെ ആ ഒരു മെൻ്റൽ പ്രോസസ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു ഇത് ആണ് നമുക്കൊരു ഉണ്ടാകുന്നൊരു അനുഭവം. ഓക്കെ. അവിടെ വെച്ച് നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഒരു എന്താ പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ഇംബൈബ്. പിന്നെ എനിക്ക് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും അവരും മറ്റുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. അതെ, അതും ചെയ്യാം, അതുണ്ട്. ഇപ്പം നമ്മളൊരു ഫുൾ ഫിലിമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ആൾക്കാരെ ഹാൻഡിലിംഗ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഒരു ഏരിയ ചലഞ്ച്. ഹ്യൂമൻ ഹാൻഡ്ലിംഗ് മാനേജിങ് വെച്ചാൽ ഒരിക്കലും ഞാൻ പ്രഭുദേവയുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പ്രഭുദേവ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള റൗഡി രാത്തോഡ് എന്ന് പറഞ്ഞിട്ടോ അക്ഷയകുമാർ. അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ പ്രൊഡക്ഷൻ വൈസൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രഭുദേവ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാർ ഐ ആം നോട്ട് ഡയറക്ടർ, ഐ ആം മാനേജിങ് ഡയറക്ടർ. തമാശയോട് പറഞ്ഞാണ് എല്ലാം ഈ മാനേജ് ചെയ്ത് പോകാന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ. സാർ അതേപോലെ ഇപ്പോൾ സാറിന് ഇപ്പോൾ പ്രണയവർണ്ണങ്ങൾ മുതൽ ഇപ്പോൾ ഹിന്ദിയിലെ അല്ലെങ്കിൽ ബോളിവുഡിലെ സിനിമകളും സീരീസുകളും ഒക്കെ ചെയ്യുന്നൊരു ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ നമ്മൾ എസ്തെറ്റിക്സിലും വിഷ്വൽ ലാംഗ്വേജിലും ഒക്കെ നമുക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ എഴുതുന്ന ആൾക്കാർക്ക് പോലും വർഷങ്ങൾ കഴിയുന്നതോറും മാറ്റങ്ങൾ വരും എന്ന് പറയുന്നത്. സാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എന്നിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എപ്പോഴാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ഏതൊക്കെ പോയിന്റിലായിരിക്കും സംഭവിച്ചിരിക്കുക? അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ AI പഠിക്കാൻ പോയത് തന്നെ. കാരണം അടുത്തൊരു ഫ്യൂച്ചറിലേക്കാണ് AI വരുന്നുള്ള മനസ്സിലാക്കിയപ്പോഴാണ് ഞാനിത് AI ഒഫീഷ്യലായിട്ടൊന്ന് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പഠിച്ചാൽ. അപ്പോൾ അങ്ങനെ അത് എല്ലാ സ്റ്റേജിലും നമ്മൾ ചിന്തിക്കാറുള്ളതാണ്. ഇപ്പം ഫിലിമിൻ്റെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈമിൽ നിന്ന് നമ്മൾ
കളറിലേക്ക് വന്നു, കളറിൽ നിന്ന് ഡിജിറ്റൽ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നു. അങ്ങനെയുള്ള ഓരോ സ്റ്റേജുകളിൽ ഓരോ 5-10 വർഷം കൂടി ഇരിക്കുമ്പോൾ ഇതിൻ്റെ ലാംഗ്വേജിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ സംസാര ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകുന്നില്ലേ. പണ്ടത്തെ നമ്മുടെ നാടകം, നോവല് അങ്ങനെയുള്ളൊരു ഭാഷയിൽ അല്ലല്ലോ, അന്നത്തെ പേപ്പറിൽ പോലും ഉള്ള ഭാഷയല്ല ഇപ്പോഴത്തെ സംസാര ഭാഷ. ഇപ്പോഴത്തെ സംസാര ഭാഷയും ലാംഗ്വേജ് ഇസ് ചേഞ്ചിങ്, ഓൾവേസ് ഇവോൾവിങ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ലാംഗ്വേജ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ ലാംഗ്വേജും അത് ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ പോലെ റിജിഡായിട്ടുള്ള ഒരു ആൾക്കാരെ ഇരുത്തി സംസാരിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു രീതികൾ മാറ്റി ക്യാമറ മൊബൈലായി, ചെറുതായി, അതിനോടൊപ്പം മൊബൈലായി. അങ്ങനെ മൊബൈൽ ക്യാമറ എന്നുള്ളതല്ല, മൂവ്മെൻറ്റ്സിന് ഒരു ഇതുണ്ടായി. അങ്ങനെയൊക്കെ ആ ലാംഗ്വേജസ് മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എഡിറ്റിംഗ് പാറ്റേൺ ഒത്തിരി മാറ്റം വന്നു. അങ്ങനെ ആ ലാംഗ്വേജ് നമ്മൾ ഉൾക്കൊള്ളണം, എന്നാലേ നമുക്ക് ഇപ്പം ഉള്ള തലമുറയായിട്ട് സംവദിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉള്ളവരോട് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ളവരുടെ ഭാഷ സംസാരിക്കും. സത്യം ഓരോ തലമുറയോട് സംസാരിക്കുമ്പോഴും അവരുടെ ഭാഷ സംസാരിക്കേണ്ടത്. ഇപ്പം ഇത് പറഞ്ഞപ്പോഴത്തേക്കും വേറെ കാര്യമുണ്ട്. ഇപ്പോൾ സാറിൻ്റെ കരിയർ എനിക്ക് തോന്നുന്നത് ഇൻഡിപെൻഡൻറ്റ് സിനിമാറ്റോഗ്രാഫറായിട്ട് 98 തുടങ്ങിയിട്ട് ഇപ്പോൾ 2026 അപ്പോൾ ഏകദേശം 28 വർഷം ചിന്തിച്ചു. 28 വർഷം കഴിഞ്ഞു പോയെന്നൊക്കെ, ഐ മീൻ 28 വർഷമായി ഞാൻ ഇവിടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നറിയാം. അങ്ങനെ ചിന്തിക്കണില്ല, നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ ഇതുപോലെ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ എന്താണ്, കഴിഞ്ഞെന്താണെന്ന് ആലോചിക്കാറില്ലേ. ഇപ്പൊ അത് ചോദിച്ച വേറെ ഒന്നും കൊണ്ടല്ല, 28 വർഷമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നത് ഒരാളുടെ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രം പോരാ, അയാളുടെ കയ്യിലിരിക്കുന്ന ക്രാഫ്റ്റ് കൊണ്ട് മാത്രം പോരാ. നേരത്തെ പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ് മാറി, എക്യുപ്മെന്റ്സ് മാറി, കഥകൾ പറയുന്ന എന്താ പറയുക, ഇപ്പൊ വിഷ്വൽ ലാംഗ്വേജ് വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിലും സന്തോഷ് തുണ്ടിയിൽ സാറ് DOP എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെയാണ് ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ തന്നെയാണ്, നമ്മളിപ്പോൾ മാറുന്ന ലാംഗ്വേജിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ലാംഗ്വേജ് മാറുന്നത് നമ്മൾ അറിഞ്ഞ് എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ലാംഗ്വേജിൽ സംവദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലാംഗ്വേജിൽ നമ്മൾ മാറുന്നതനുസരിച്ച് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുക, സിനിമകൾ കാണുക. ഞാൻ മിക്കവാറും ഉള്ള സിനിമകളെല്ലാം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, ലാംഗ്വേജസ്, സിനിമ ലാംഗ്വേജ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഡെയിലി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിനിമ കാണുക, അതാണ് മെയിൻ പഠനം നമ്മുടെ. പിന്നെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ഒബ്സർവേഷൻ വേണം എപ്പോഴും, എന്താ നടക്കുന്നുള്ളത്. സാർ പറഞ്ഞപ്പോഴത്തേക്ക് ആലോചിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ അതായത് നന്നായിട്ട് പഠിക്കുന്ന അതായത് എന്ത് വിഷയം ആയിക്കോട്ടെ, അതിൽ PhD അല്ലെങ്കിൽ MPhil ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ എൻ്റെ അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ അവനോട് പറയും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സാർ പറഞ്ഞ് എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റീവൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഓരോ കഥയും ഓരോ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേ ഇതിനെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും നമ്മളൊരു നോർമൽ ഓഡിയൻസ് ആയിട്ട് ഇതിനെ കാണുന്നു, രണ്ടാമത് നമ്മളൊരു ടെക്നീഷ്യനായിട്ട് നമ്മളിതിനെ കാണാൻ ശ്രമിക്കുന്നു. ഇടയ്ക്ക് രണ്ടും നടക്കാറുണ്ട്. എല്ലാം വേണം എന്നല്ലേ സാർ? ഇപ്പോൾ സാറിൻ്റെ ഫ്രെയിംസ് കാണുന്ന സാധാരണക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു മറ്റൊരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ സിനിമയെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾ പറയും ഭയങ്കര പെർഫെക്റ്റ് ആണ് സന്തോഷ് സാറിൻ്റെ ഫ്രെയിംസ് എല്ലാം എന്ന് പറയും. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്ന സമൂഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപെർഫെക്ഷനെയും പെർഫെക്ഷനെയും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു ടൈം കൂടിയാണ്. ഇപ്പോൾ പല സിനിമകളും നമ്മൾ കാണുമ്പോഴേക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ലൈറ്റപ്പ് ചെയ്ത ഷോട്ടുകളോ പെർഫെക്റ്റ് ആയിട്ട് ആളുകളുടെ മുഖം കാണിക്കുന്ന ഷോട്ടുകളോ പോലും ഉണ്ടാവാറില്ല. ചിലപ്പോൾ അയാളുടെ തലയുടെ പകുതിയൊക്കെ വെച്ച് ഷോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇംപെർഫെക്ഷൻസിനെ സാർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതും കൂടി എനിക്ക് അറിഞ്ഞേക്കണം. അതെ, അത് ഈ ലാംഗ്വേജ് മാറുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. പലപ്പോഴും നമ്മൾ ഫ്രെയിമൊക്കെ കമ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ച് ഇംപെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അസിസ്റ്റൻസ് ആരെങ്കിലും വന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാറേ അത് ആ ലാമ്പ് അവിടെ ഒരു ലാമ്പുണ്ട്, ഇവിടെ ഒരു ലാമ്പ് വെച്ചാലോ അതൊന്നുകൂടെ പെർഫെക്റ്റ് ആകും. അതിൻ്റെ ആവശ്യമില്ല, അത് കുറച്ച് ഇംപെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ. അതാണ് ഇപ്പം നമുക്കൊരു എന്താ പറയുന്നത്, ഇപ്പം എനിക്ക് ഹാപ്പിനെസ്. ഞാനിപ്പം പറഞ്ഞില്ല, നമ്മൾ തുടങ്ങിയ കാലത്ത് ക്ലാസിക്കലായിട്ടുള്ളൊരു കമ്പോസിഷനും ഫ്രെയിമിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് മാറി ഇപ്പം കുറച്ചുകൂടി ഒരു സർറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനങ്ങൾ. ഇപ്പോൾ ഞാൻ എടുക്കുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫി പോലെ ആണെങ്കിലും ഐ ലൈക്ക് ടു ബി സർറിയലിസ്റ്റിക്. ആ ഒരു റിയലിസത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറി ആ ഒരു ചിന്താഗതിയിലാണ് എപ്പോഴും എൻ്റെ മനസ്സിരിക്കുന്നത്. പൊട്ടിക്ക് തെന്നി മാറി നിൽക്കുന്നൊരവസ്ഥയിലാണ് സാർ. അപ്പോൾ നമ്മുടെ ഈ ഒരു സംസാരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ന സിനിമ പ്രേമി ആഗ്രഹിക്കുന്നത് ഒരു 5 സിനിമകൾ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കാനായിട്ടാണ്.
സാറിന് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബ്രില്യൻ്റ്ലി ഷോട്ട് അല്ലെങ്കിൽ ഏറ്റവും രസമുള്ള ക്യാമറ, ഏറ്റവും രസമുള്ള ലൈറ്റ് എന്നൊക്കെ, അങ്ങനെ ലൈറ്റിങ് അങ്ങനെയുള്ള ഇതൊരു ക്യാമറാമാൻ ആംഗിളിൽ കാണുമ്പോഴേക്കും, DOP ആംഗിളിൽ കാണുമ്പോഴേക്കും ഏറ്റവും ബ്രില്യൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു 5 സിനിമകൾ ഞങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളെല്ലാവരും അത്, ഞങ്ങളാകുന്ന സിനിമാ പ്രേമികൾ അത് കണ്ടോളാം എന്നുള്ളത് കൂടിയാണ്. ഒത്തിരി സിനിമകളുള്ളതുകൊണ്ട് ഈ 5 സിനിമയൊക്കെ എടുക്കാൻ പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷേ ഇപ്പം പറയുന്നതായിരിക്കില്ല, നാളെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ 5 ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇപ്പോൾ ഓർമ്മയിൽ വരുന്നതെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എല്ലാ ഭാഷയും മിക്സ് ചെയ്തുകൊണ്ടെന്ന് പറയാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. കാരണം ഒരു മലയാളം, ഹിന്ദി, അല്ലെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജസ് എന്ന് പറയുമ്പോഴേ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്നുള്ളതാണ്. അതിപ്പം വിഷ്വലി, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫിക്കലി അങ്ങനെയാണോ എന്നില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വിക്ടോറിയ സ്റ്റോറയുടെ ലാസ്റ്റ് എംപറർ എന്നൊരു സിനിമ അന്ന് ഞാൻ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത ഒരു സാധനമായിരുന്നു ലാസ്റ്റ് എംപറർ. കണ്ടിട്ടുണ്ടോ അത്? അല്ലേ, കണ്ടു നോക്കിയോ. പിന്നെ യാങ് ഷിമോയുടെ ഹീറോ എന്ന് പറഞ്ഞൊരു ചൈനീസ് പടമാണ്. അത് ഹീറോ, ദ ഹീറോ എന്നതിൻ്റെ പേര്, ദ ഹീറോ. അത് ഭയങ്കരമായ ക്ലീൻ ആക്ഷൻ ഫിലിമാണ്. അതും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതിനൊക്കെ ട്രെയിലേഴ്സ് അവൈലബിൾ ആണ്. സിനിമ പിന്നെ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. ഹീറോ. പിന്നെ കുറസോവയുടെ റഷമോൺ, അന്നത്തെ ജാപ്പനീസ്. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഴപ്പമാണ്. ഇനിയിപ്പം ഇത് യൂറോപ്യൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബർഗ്മാൻ്റെ പേഴ്സണ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു കളറും ഇതിലാണ്. പേഴ്സണ, അതെ, അത് റെഡ് വൈറ്റും ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. പിന്നീട് ഇന്ത്യൻ സിനിമയിലേക്ക് വന്നു കഴിയുമ്പം എനിക്ക് കണ്ട സമയത്ത് വളരെ ഇമ്പ്രഷൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ബാൻഡിറ്റ് ക്വീൻ എന്ന് പറഞ്ഞിട്ട് ഷേർ കപൂർ അന്ന് ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട്, പൂലൻ ദേവിയെക്കുറിച്ച്. ഓക്കെ. അത് അന്ന് അശോക് മേത്തയായിരുന്നു എൻ്റെ DOP അത് അന്ന്. പിന്നെ സത്യജിത്രയുടെ ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ കുറേ ചിത്രങ്ങളുണ്ട്. ചാരുലതയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില സിനിമകളാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. നമ്മൾ ഇപ്പം എന്താ പറഞ്ഞ ഒരു ക്യാമറമാൻ, ഒരു DOP എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചു, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനാവുന്ന സിനിമാ പ്രേമിയുടെ എന്താ പറഞ്ഞ ഭയങ്കര ലൈറ്റർ ആയിട്ടുള്ള തരത്തിലുള്ള കുറേ ചോദ്യങ്ങളും സാർ ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.